ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. പരിശീലന പ്രക്രിയയെ ബാധിച്ചേക്കാവുന്ന നിരവധി കുറവുകളെക്കുറിച്ച് ഒരു നല്ല പരിശീലകൻ ഇൻസ്ട്രക്ടറുടെ വിശ്വാസ്യതയും പ്രശസ്തിയും മെച്ചപ്പെടുത്തുന്നതിന് ഈ കുഴപ്പങ്ങൾ മനസ്സിലാക്കുകയും ഒഴിവാക്കുകയും വേണം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. നിർദ്ദേശത്തെ ബാധിക്കുന്ന പൊതുവായ ന്യൂനതകളുടെ പട്ടിക തയ്യാറാക്കുക. വ്യക്തിത്വ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിന് സ്വയം അവബോധം വികസിപ്പിക്കുക. തയ്യാറെടുപ്പ്, അവതരണം, വിലയിരുത്തൽ രീതികൾ എന്നിവയിൽ പ്രാവീണ്യം നേടുക. പോസിറ്റീവായ മനുഷ്യബന്ധങ്ങൾ വളർത്തുക. ഇൻസ്ട്രക്ടർ ട്രെയിനി ഹരി മാസ്റ്റർ ട്രെയിനർ ഡാനിയലിനെ കാണാൻ വന്നിരിക്കുന്നു. സർ, ഒരു മോശം ഇൻസ്ട്രക്ടറിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള പൊതുവായ ദോഷങ്ങൾ എന്തൊക്കെയാണ്? കാര്യങ്ങൾ ഫലപ്രദമാകാൻ ഇൻസ്ട്രക്ടർ ഇനി പറയുന്നതുപോലുള്ള സാധാരണ വൈകല്യങ്ങൾ ഒഴിവാക്കണം. വ്യക്തിത്വ വൈകല്യങ്ങൾ, അപര്യാപ്തമായ തയ്യാറെടുപ്പ്, തെറ്റായ അവതരണ രീതികൾ, മൂല്യനിർണയ പ്രക്രിയകൾ, കൂടാതെ മനുഷ്യബന്ധങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധയില്ലായ്മ. ഈ വൈകല്യങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം. ഒരു ഇൻസ്ട്രക്ടറിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തിത്വ പോരായ്മകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് പഠനത്തിന് ഏറെ ശ്രദ്ധേയവും നിർണായകവുമാണ്. പഠിപ്പിക്കുമ്പോൾ ഇൻസ്ട്രക്ടർമാർ ഇനി പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. പരിഭ്രമം. അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതിന്റെ ഫലപ്രാപ്തിയെ ബാധിക്കും. മാത്രമല്ല, ഇത് പഠിതാക്കൾക്കിടയിൽ മോശം ധാരണ സൃഷ്ടിക്കും. ഇതിന്റെ മറുവശം. ഫലപ്രദമായി പഠിപ്പിക്കുന്നതിന് പരിശീലകൻ ട്രെയിനികളുടെ മുന്നിൽ ശാന്തതയും ആത്മവിശ്വാസവും പുലർത്തണം. ഇത് പഠിതാക്കൾക്കിടയിൽ മികച്ച മതിപ്പ് സൃഷ്ടിക്കുകയും ചെയ്യും. അനാവശ്യ പ്രവർത്തനങ്ങൾ. പഠിപ്പിക്കുമ്പോൾ അനാവശ്യ പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് പഠന പ്രക്രിയയെ ട്രെയിനികൾക്കിടയിൽ നിങ്ങൾ പരിഹാസപാത്രമായി മാറിയേക്കാം. ഇതിന്റെ മറുവശം. അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ ആംഗ്യങ്ങൾ ഫലപ്രദമായി നടത്തുക. ഇത് അധ്യാപന പ്രക്രിയയിലുടനീളം ശ്രദ്ധാകേന്ദ്രവും പ്രൊഫഷണൽ പെരുമാറ്റവും നിലനിർത്തും. മോശം പെരുമാറ്റ രീതികൾ. അനുചിതമോ പ്രൊഫഷണൽ അല്ലാത്തതോ ആയ പെരുമാറ്റം പ്രകടമാക്കുന്നത് ഫലപ്രദമായ അധ്യാപനത്തിന് അനുയോജ്യമല്ല. ഇത് നെഗറ്റീവ് പഠന അന്തരീക്ഷം സൃഷ്ടിക്കുകയും വിദ്യാർത്ഥികളുടെ ഇടപഴകലിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. പ്രൊഫഷണലിസം നിലനിർത്തുന്നത് ഇൻസ്ട്രക്ടറുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു. ഫലപ്രദമായ പഠനത്തിനും വിദ്യാർത്ഥികളുമായി വിശ്വാസം വളർത്തുന്നതിനും അനുകൂലമായ അന്തരീക്ഷം വളർത്തുന്നു. അമിത ആത്മവിശ്വാസം. അമിതമായ ആത്മവിശ്വാസം അഹങ്കാരത്തിലേക്ക് നയിക്കുകയും പഠിതാക്കളുമായുള്ള ഫലപ്രദമായ ആശയവിനിമയത്തിന് തടസ്സമാകുകയും ചെയ്യുന്നു. മറുവശത്ത്, പഠിതാക്കൾക്ക് അവരുടെ ചോദ്യങ്ങളും ആശങ്കകളും തുറന്നു വ്യക്തമാക്കുന്നതിന് ഇൻസ്ട്രക്ടർ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കണം. താൽപ്പര്യക്കുറവ് അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ അഭാവം. ഇൻസ്ട്രക്ടർക്ക് തൊഴിലിൽ താൽപ്പര്യമില്ലെങ്കിൽ ഇത് പഠിതാക്കളെയും പ്രതികൂലമായി ബാധിക്കും. ഇത് ഇടപഴകലിന്റെ അഭാവത്തിലേക്ക് നയിക്കുന്നു. മറുവശത്ത്, അധ്യാപകർ വിഷയത്തിൽ യഥാർത്ഥ താൽപ്പര്യവും അറിവും ഫലപ്രദമായി നൽകുന്നതിനുള്ള ഒരു പ്രേരണ നിലനിർത്തണം. മാനസിക ജാഗ്രതയുടെ അഭാവം. മാനസിക ജാഗ്രതയുടെ അഭാവം അധ്യാപന പ്രക്രിയയെ തടസ്സപ്പെടുത്തും. അത് പരിഹരിക്കണം. ഇതിന്റെ മറുവശം നോക്കാം. ആശയങ്ങൾ നൽകുമ്പോൾ ഇൻസ്ട്രക്ടർ പൂർണ്ണ ശ്രദ്ധ നൽകണം. ശ്രദ്ധ തിരിക്കരുത്. ചെയ്യാനുള്ള കഴിവിന്റെ അഭാവം. പഠിതാക്കളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ പഠനത്തെ ഫലപ്രദമല്ലാത്തതിലേക്ക് നയിക്കുന്നു. മറുവശത്ത്, ഫലപ്രദമായ കൃത്രിമ സാങ്കേതിക വിദ്യകൾ പഠനപ്രക്രിയയിലുടനീളം ട്രെയിനികളെ ഉൾപ്പെടുത്തുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി, ഒരു പഠനാന്തരീക്ഷത്തിൽ വ്യക്തിത്വ പോരായ്മകളുടെ ആഘാതം എത്രയും ഉണ്ടാകുമെന്ന്. കേട്ടതിൽ വളരെ സന്തോഷം. ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ തന്നെയാക്കി നന്നാവുകയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത തയ്യാറെടുപ്പിനെ കുറിച്ച് സംസാരിക്കാം. സാധാരണയായി വരുന്ന ഒരു പിഴവാണിത്. അത് ഇൻസ്ട്രക്ടറുടെ നിലവാരത്തെ ബാധിക്കുന്നതാണ്. നിർദ്ദേശങ്ങളിൽ ഒഴിവാക്കേണ്ട പൊതുവായ അപകടങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. അപര്യാപ്തമായ സിലബസ് വിശകലനം. സിലബസ് സമഗ്രമായി വിശകലനം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് കോഴ്സിന്റെ ഉള്ളടക്കത്തിന്റെ അപൂർണമായ കവറേജിലേക്ക് നയിച്ചേക്കാം. മറുവശത്ത്, നിർദ്ദേശത്തിന് മുമ്പുള്ള സിലബസിന്റെ പൂർണ്ണമായ വിശകലനം നിശ്ചിത ലക്ഷ്യസമയത്ത് ആവശ്യമായ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളാൻ സഹായിക്കുന്നു. കോഴ്സിന്റെ ലക്ഷ്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്.
കോഴ്സിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയാത്തത് നിർദ്ദേശത്തെ അവസാനത്തിലേക്ക് നയിക്കും. പഠിതാക്കൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ല. ഇത് പരിഹരിക്കുന്നതിന് ഫലപ്രദമായ അധ്യാപനം ഉറപ്പാക്കുന്നതിന് കോഴ്സിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ ഇൻസ്ട്രക്ടർമാർ മനസ്സിലാക്കണം. പരിശീലന സഹായങ്ങൾക്കായുള്ള മോശം ആസൂത്രണം. പരിശീലന സഹായികളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള അപര്യാപ്തമായ ആസൂത്രണം അധ്യാപകപ്പെടുത്തും. നാണക്കേട് ഒഴിവാക്കാൻ പരിശീലന സഹായികൾ ഉപയോഗിക്കുമ്പോൾ നന്നായി ആസൂത്രണം ചെയ്യുക. അവ പാഠത്തിന്റെ ഉള്ളടക്കവുമായി പരിധികളില്ലാതെ യോജിപ്പിക്കുകയും മൊത്തത്തിലുള്ള പഠനാനുഭവത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് പകരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. വിഷയപരിജ്ഞാനത്തിന്റെ അഭാവം. വിഷയത്തിന്റെ അപര്യാപ്തമായ വൈദഗ്ധ്യം പരിശീലകന്റെ വിശ്വാസ്യതയെയും പഠനാനുഭവത്തെയും ദുർബലപ്പെടുത്തും. മറുവശത്ത്, പഠിതാക്കൾക്ക് നൽകുന്ന വിഷയത്തിൽ അധ്യാപകന് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്രബോധന സാമഗ്രികൾ. അപ്രസക്തമായ രേഖാമൂലമുള്ള സാമഗ്രികൾ നൽകുന്നത് പഠിതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കുകയും വിദ്യാഭ്യാസ മൂല്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു. പകരം കോഴ്സിന്റെ പ്രാഥമിക പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനാവശ്യമായ പ്രസക്തമായ മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിക്കുക. ഫലപ്രദമല്ലാത്ത പഠിതാക്കളുടെ പങ്കാളിത്തം. നീണ്ട പ്രഭാഷണങ്ങൾ പഠനം തടസ്സപ്പെടുത്തുകയും നിഷ്ഫലമാക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ ഫലപ്രദമാക്കാൻ പ്രക്രിയയിൽ പഠിതാക്കളെ ഫലപ്രദമായി ഇടപഴകുന്നതിനുള്ള രീതികൾ സംഘടിപ്പിക്കാൻ അധ്യാപകർക്ക് കഴിയണം. അത് കൊള്ളാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നല്ലത്. ഓർക്കുക, തയ്യാറെടുപ്പ് എന്നത് നിരന്തരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് നല്ല പഠനാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അടുത്തതായി അവതരണ രീതികളെക്കുറിച്ച് സംസാരിക്കാം. ഫലപ്രദമായ അവതരണങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അവതരിപ്പിക്കുമ്പോൾ എന്തു ചെയ്യരുത് എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. അധ്യാപകർ ഇനി പറയുന്ന ഫലപ്രദമല്ലാത്ത സമ്പ്രദായങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. തെറ്റായ അവതരണ രീതികൾ. ശരിയായ ആമുഖമോ പ്രചോദനമോ ഇല്ലാതെ ഒരു വിഷയം ആരംഭിക്കുന്നത് മനസ്സിലാക്കുന്നതിന് തടസ്സമാകും. കൂടുതൽ ഫലപ്രാപ്തിക്കായി വിഷയത്തിന് ഒരു ഹ്രസ്വ ആമുഖം നൽകിക്കൊണ്ട് ആരംഭിക്കുക. അതുവഴി പഠിതാവിന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അനുചിതമായ അധ്യാപന രീതികൾ. തൊഴിൽ പരിശീലനത്തിൽ ഒരു അധ്യാപന രീതിയായി ഡിക്റ്റേഷൻ ഉപയോഗിക്കുന്നത് പൊതുവെ ഫലപ്രദമല്ല. വിവരങ്ങൾ പ്രസക്തമായ ബ്ലോക്കുകളിലേക്ക് ഏകീകരിക്കുകയും ഉദാഹരണങ്ങൾ സഹിതം രസകരമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക. അപര്യാപ്തമായ ചോദ്യം ചെയ്യൽ രീതികൾ. ഉചിതമായ ചോദ്യം ചെയ്യൽ രീതികൾ അവലംബിക്കുന്നതിൽ പരാജയപ്പെടുന്നത് പഠിതാക്കളുടെ ഇടപഴകലിനെ തടസ്സപ്പെടുത്തുകയും പഠിതാക്കളുടെ മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. മറുവശത്ത്, വൈവിധ്യമാർന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ പഠനം വേഗം നടപ്പിലാക്കുകയും പഠിതാക്കളുടെ അവയെ പൊരുത്തപ്പെടുത്തുകയും ചെയ്യുന്നത് ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കാനും മനസ്സിലാകുന്നത് വർദ്ധിപ്പിക്കാനും കഴിയും. അധ്യാപന അഥവാ പരിശീലന സഹായങ്ങളുടെ തെറ്റായ ഉപയോഗം. അധ്യാപന അഥവാ പരിശീലന സഹായികൾ ഫലപ്രദമായി ഉപയോഗിക്കാത്തപ്പോൾ അത് ആശയവിനിമയവും ഗ്രഹണശക്തിയും കുറയുന്നതിന് ഇടയാക്കും. ഇത് പ്രതികൂലമായ വിദ്യാഭ്യാസ ഫലങ്ങളിലേക്ക് നയിക്കുന്നു. ഇത് പരിഹരിക്കാൻ പഠിപ്പിക്കുന്ന വിഷയവുമായി ശരിയായി യോജിപ്പിച്ചേക്കാവുന്ന അധ്യാപന സഹായം ഫലപ്രദമായി ആസൂത്രണം ചെയ്യുക. അപര്യാപ്തമായ ശബ്ദ നിയന്ത്രണം. വിഷയം അവതരിപ്പിക്കുമ്പോൾ ആക്രോശിക്കുകയോ പിറുപിറുക്കുകയോ ചെയ്യുന്നത് പഠന അന്തരീക്ഷത്തെ തടസ്സപ്പെടുത്തും. മറുവശത്ത്, മുറിയുടെ വലിപ്പത്തിനും ഹാജരാകുന്ന പഠിതാക്കളുടെ എണ്ണത്തിനും അനുയോജ്യമായ ശബ്ദം ഇൻസ്ട്രക്ടർ മോഡുലേറ്റ് ചെയ്യണം. ബന്ധമില്ലാത്ത അസൈൻമെന്റുകൾ. അപ്രസക്തമായ അസൈൻമെന്റുകൾ നൽകുന്നത് ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുകയും പരിശീലനത്തിന്റെ ഫലപ്രാപ്തി കുറയ്ക്കുകയും ചെയ്യും. മറുവശത്ത്, പഠന ലക്ഷ്യങ്ങളുമായി ലോക ആപ്ലിക്കേഷനുകളുമായും നേരിട്ട് യോജിപ്പിക്കുന്ന അസൈൻമെന്റുകൾ കൊടുക്കുന്നത് വ്യക്തത വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി. ഞാൻ ഇക്കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും. എൻ്റെ ട്രെയിനിങ് സെഷനിൽ അവ ഒഴിവാക്കാനും ശ്രമിക്കും. ഓർക്കുക, ഫലപ്രദമായ അവതരണങ്ങളിലൂടെയുള്ള പരിശീലനവും തുടർച്ചയായ മെച്ചപ്പെടുത്തലും ആവശ്യമാണ്. അടുത്തതായി മൂല്യനിർണ്ണയ പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കാം. ഈ പ്രക്രിയയിൽ സാധാരണയായി വരാറുള്ള കുറവ് ചെയ്യാം. മൂല്യനിർണ്ണയ പ്രക്രിയയിൽ ഇൻസ്ട്രക്ടർമാർ ഇനി പറയുന്ന പിഴവുകൾ ഒഴിവാക്കണം.
തെറ്റായ മൂല്യനിർണ്ണയ രീതികൾ. മൂല്യനിർണ്ണയത്തിന് അനുചിതമായ രീതികൾ ഉപയോഗിക്കുന്നത് പഠിതാക്കളുടെ കഴിവുകളെ തെറ്റായി വിലയിരുത്തുന്നതിനും അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വികസനത്തിനും തടസ്സം സൃഷ്ടിക്കുന്നതിനും ഇടയാക്കും. മറുവശത്ത്, പഠന ലക്ഷ്യങ്ങൾക്കും വ്യക്തിഗത അനുയോജ്യമായ ഉചിതമായ മൂല്യനിർണ്ണയ രീതികൾ നടപ്പിലാക്കുന്നത് കൃത്യമായ വിലയിരുത്തൽ ഉറപ്പാക്കുകയും വിദ്യാഭ്യാസ വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അന്യായമായ മൂല്യനിർണ്ണയവും പക്ഷപാതവും. ചില വ്യക്തികൾക്ക് അനുകൂലമായേക്കാവുന്ന അന്യായമായ മൂല്യനിർണ്ണയങ്ങൾ നടത്തുന്നത് മൂല്യനിർണ്ണയ പ്രക്രിയയുടെ സമഗ്രതയെ തകർക്കും. മറുവശത്ത്, ഇൻസ്ട്രക്ടർ ന്യായവും നിഷ്പക്ഷവുമായ വിലയിരുത്തലുകൾ ഉറപ്പാക്കണം. ഇത് മൂല്യനിർണ്ണയ പ്രക്രിയയുടെ സമഗ്രത ഉയർത്തിപ്പിടിക്കുകയും വ്യക്തികൾക്കും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കൃത്യമല്ലാത്ത മൂല്യനിർണ്ണയം. കൃത്യതയില്ലാത്ത മൂല്യനിർണ്ണയം പഠിതാക്കളുടെ പുരോഗതിയെ തെറ്റായി വിലയിരുത്തുകയും പഠിതാക്കൾക്കിടയിൽ ആത്മവിശ്വാസം കുറയ്ക്കുകയും ചെയ്യും. മറുവശത്ത്, മൂല്യനിർണ്ണയം പഠിതാവിന്റെ അറിവും വൈദഗ്ധ്യവും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ഫലപ്രദമായ മൂല്യനിർണ്ണയത്തിന് നിർണായകമാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, മൂല്യനിർണ്ണയ പ്രക്രിയയിലെ കുറവുകൾ കണ്ടെത്തുന്നതും തിരുത്തുന്നതും നമ്മുടെ പരിശീലന പരിപാടികളുടെ വിജയത്തിന് എത്ര നിർണായകമാണെന്ന്. വളരെ നന്ദി ഹരി. ഈ കാര്യങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. അവസാനമായും, മനുഷ്യബന്ധങ്ങളിലെ ശ്രദ്ധയാണ് ഒരു ഇൻസ്ട്രക്ടറുടെ പ്രധാന ഘടകം. ഇൻസ്ട്രക്ടർമാർ ഇനി പറയുന്ന പോരായ്മകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം. ട്രെയിനിയുടെ നിലവാരം വിലയിരുത്തുന്നതിൽ അവഗണന. ട്രെയിനിയുടെ നിലവിലുള്ള അറിവും നൈപുണ്യവും നിലവാരവും വിലയിരുത്തുന്നതിൽ പരാജയപ്പെടുന്നത് അധ്യാപനം പരാജയപ്പെടാൻ ഇടയാക്കും. ഇനി അതിന്റെ മറുവശം ഇപ്രകാരമാണ്. പ്രാഥമിക പഠിതാവിന്റെ വിജ്ഞാന നിലവാരം മനസ്സിലാക്കുന്നത് ശരിയായ സമീപനം തീരുമാനിക്കാൻ പരിശീലകനെ സഹായിക്കും. കഴിവും ഗ്രാസ്പിംഗ് പവറും അവഗണിക്കുന്നത്. പഠിതാക്കളുടെ കഴിവും ഗ്രാസ്പിംഗ് പവറും അളക്കാത്തത് ഫലപ്രദമല്ലാത്ത പരിശീലനത്തിലേക്ക് നയിച്ചേക്കാം. മറുവശത്ത്, ഉത്തമനായ ഇൻസ്ട്രക്ടർ പഠിതാക്കളുടെ കഴിവും ഗ്രഹണശേഷിയും വിലയിരുത്തുകയും ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് പരിശീലനം ചെയ്യുകയും വേണം. സൗഹാർദ്ദപരമായ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിൽ അവഗണന. പിരിമുറുക്കമുള്ള അന്തരീക്ഷത്തിൽ പഠനം ഗുരുതരമായി ബാധിക്കുകയും തുറന്ന ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുകയും നല്ല വിദ്യാർത്ഥി അധ്യാപക ബന്ധത്തിന്റെ വികാസത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. മറുവശത്ത്, ഫലപ്രദമായ അധ്യാപനത്തിനും ഇടപഴകലിനും സ്വാഗതാർഹവും പിന്തുണ നൽകുന്നതുമായ ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. ഈ അന്തരീക്ഷം അവരുടെ ചിന്തകളും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു. സാധാരണയായി കുറവുകൾ നീക്കി നല്ലൊരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ ഫലപ്രദമായ ഒരു ഇൻസ്ട്രക്ടർ ആകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ നന്ദി സാർ, നല്ലൊരു ചർച്ചയായിരുന്നു. ഇക്കാര്യങ്ങൾ എൻ്റെ പഠനത്തിൽ ഉൾക്കൊള്ളിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതോടെ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. അവസാനിപ്പിക്കുന്നതിന് മുൻപ് പഠിച്ച പ്രധാന പോയിന്റുകൾ നോക്കാം. ഇനി പറയുന്നത് പോലുള്ള നിർദ്ദേശങ്ങളെ ബാധിക്കുന്ന പൊതുവായ വൈകല്യങ്ങൾ: വ്യക്തിത്വ വൈകല്യങ്ങൾ, അപര്യാപ്തമായ തയ്യാറെടുപ്പ്, അവതരണ രീതികൾ, തെറ്റായ മൂല്യനിർണ്ണയ പ്രക്രിയകൾ, കൂടാതെ മനുഷ്യബന്ധങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധയില്ല. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.